എറണാകുളം വെണ്ണലയിൽ അമ്മയെ മകൻ കുഴിച്ചുമൂടി. അല്ലി എന്ന 78 വയസ്സുകാരിയാണ് മരിച്ചത്. കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മകൻ പോലീസ് കസ്റ്റഡിയിലാണ്. സഹിൻ ആന്റണിയുടെ സഹിൻ വിവരങ്ങൾ. വയസ്സുള്ള അല്ലി എന്ന് പറയുന്ന സ്ത്രീ മരണം ഏതാനും ദിവസമായി അല്ലിയെ കാണാതായതിനെ തുടർന്ന് അല്ലിയുടെ മകൾ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ അല്ലിയുടെ മകൻ പ്രതാപൻ സഹിനിലേക്ക് മടങ്ങി വരാൻ ടെലിഫോണിൽ എന്തോ ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട്. എറണാകുളം വെണ്ണലയിലാണ് ഈ ഒരു സംഭവം, ഒരു ക്രൂരകൃത്യം അരങ്ങേറിയിരിക്കുന്നത്. അമ്മയെ മകൻ കുഴിച്ചുമൂടി എന്നാണ് പറയപ്പെടുന്നത്. അല്ലി എന്ന 78 വയസ്സുകാരിയാണ് മരിച്ചത്. പക്ഷേ ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമില്ല. മകനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലൂടെയൊക്കെ ആവും ഈ സാഹചര്യത്തിലേക്ക് എത്തുക. സഹിൻ ആന്റണി ചേരുന്നുണ്ട്. നമുക്കപ്പം സഹിൻ പറയാം. അതായത് സേതുലക്ഷ്മി, എറണാകുളത്തെ വെണ്ണലയിലാണ് ഇത്തരത്തിൽ മകൻ അമ്മയെ കുഴിച്ചുമൂടിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മകനായിട്ടുള്ള പ്രതാപൻ, അദ്ദേഹം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അമ്മ അല്ലി 78 വയസ്സുള്ള സ്ത്രീയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ കാണാനില്ലായിരുന്നു. ഇതേ തുടർന്ന് അല്ലിയുടെ തന്നെ മകൾ പ്രതാപന്റെ സഹോദരി പോലീസിൽ പരാതി നൽകിയായിരുന്നു. അമ്മയെ കാണാനില്ല എന്ന ഒരു പരാതിയാണ് നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് വീടിനോട് ചേർന്ന ഒരു കുഴിയെടുത്തിരിക്കുന്നതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അല്ലി മരണപ്പെട്ടപ്പോൾ അത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അല്ലിയെ പ്രതാപൻ ആരും അറിയിക്കാതെ കുഴിച്ചുമൂടുകയാണ് ഉണ്ടായത്. വാർദ്ധക്യ രോഗം മൂലം മരണപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. പക്ഷേ പ്രതാപൻ ആരെയും അറിയിക്കാതെ കുഴിച്ചുമൂടിയതിലാണ് പോലീസിന് സംശയമുള്ളത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. ഇപ്പോൾ പ്രതാപൻ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഹൗസിംഗ് കോളനിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഇത്തരം മരണങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ബന്ധുക്കളെയും അയൽവാസികളെയും ഒപ്പം തന്നെ കഴിയുമെങ്കിൽ പോലീസിനെയും അറിയിക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രതാപൻ ഒരു മദ്യപാനിയാണെന്നാണ് അയൽവാസികളും പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമ്മയെ ഇയാൾ മറ്റെന്തെങ്കിലും അപായപ്പെടുത്തി. അല്ല സഹിൻ, ഈ അമ്മയും മകനും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതാണോ? അങ്ങനെ എന്തെങ്കിലും അയൽവാസികൾ പറയുന്നുണ്ടോ? ഇയാളൊരു മദ്യപാനിയാണ്. പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരുമായും ഒപ്പം തന്നെ പരിസരവാസികളുമായും കുടുംബത്തിലും എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ള ഒരു ത്രാണിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു മനക്കരുത്തോ ഉള്ള ആളായി പോലീസോ അല്ലെങ്കിൽ അയൽവാസികളോ ചിത്രീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മരണപ്പെട്ട അല്ലിയെ ഇയാൾ കുഴിച്ചു മൂടി എന്നുള്ളതാണ് പോലീസിന് ഒപ്പം തന്നെ ബന്ധുക്കൾക്കും സംശയമുളവാക്കുന്നത്. മാത്രമല്ല അല്ലി മരണപ്പെട്ട ഒരു കാര്യം ബന്ധുക്കളെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റാരെയോ ഇയാൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ച പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഈ പറയുന്ന പ്രതാപൻ സ്ഥിരം ഒരു മദ്യപാനി ആയിരുന്നു. അല്ലിയെ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ആക്രമിച്ചിട്ടുണ്ടോ? 78 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ കാര്യമായ ഒരു ആക്രമണമൊന്നും വേണ്ട, അവർക്ക് അരുതാത്ത സംഭവിക്കാൻ എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കമോ, ഇപ്പൊ നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ അമ്മയും മകനും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അപായപ്പെടുത്തലോ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതാപൻ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രദേശത്തെ പോലീസ് നടപടി ഇപ്പോൾ എങ്ങനെയാണ്? അവിടേക്ക് പോലീസ് എത്തിയതിനു ശേഷം ഇപ്പോ ഈ മൃതദേഹമൊക്കെ ഇനി പുറത്തെടുക്കേണ്ട ഘട്ടങ്ങളിലേക്കാണല്ലോ. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആയോ? അവിടെ ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ ആ സ്ഥലത്ത്, നമ്മുടെ ഈ സീൻ നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? സേതുലക്ഷ്മി, പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പാലാരിവട്ടം സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പോലീസ് ഈ പറയുന്ന ഇയാള് അമ്മയെ കുഴിച്ചുമൂടി എന്ന് പറയുന്ന സ്ഥലം പോലീസ് പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ച ശേഷം ഈ മൃതദേഹം പോലീസിനെ പുറത്തെടുക്കേണ്ടതായി വരും. പിന്നീട് അത് പോലീസിന് ഇൻക്വസ്റ്റ് നടപടിയും തുടർന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമേ ഇതൊരു കൊലപാതകമാണോ എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും പ്രതാപന് അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ മരണപ്പെട്ടു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ ഒരു വർത്തമാനത്തിൽ നിന്നെല്ലാം പോലീസിന് ഇയാൾ ബോധമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നതായാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി പോലീസിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നുമില്ല. എന്തായാലും ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇയാളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനും പോലീസിന്. ഈ ഒരു സംഭവത്തിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? ഈ അല്ലിയെ കാണാനില്ല എന്ന് പരാതി ചെന്നിരുന്നോ? ഈ കൊലപാതക വിവരത്തിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്?
അല്ലിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി അല്ലിയുടെ മകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് പ്രതാപന്റെ സഹോദരി തന്നെയാണ് നൽകിയിട്ടുള്ളത്. അല്ലിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതാപൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഇയാൾ അമ്മയെ കുഴിച്ചുമൂടി എന്നുള്ളത് പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല പോലീസ് ഇക്കാര്യത്തെ കുറിച്ച് ഈ കുഴിച്ചുമൂടിയ സ്ഥലം കണ്ടെത്തി ഉറപ്പുവരുത്താൻ കഴിയുകയും ചെയ്തു. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് അമ്മയെ കാണാനില്ല എന്നൊരു പരാതി മകൾ നൽകുന്നു. അപ്പോൾ ഈ പോലീസ് ആ വീട്ടിലേക്ക് വരുന്നു. വന്ന പാടെ ഈ മകൻ പ്രതാപൻ പറയുകയാണ് ഞാൻ കൊന്നു കുടിച്ചു മൂടി. അങ്ങനെയാണോ? ഈ അമ്മയും മകനും മകളും ഒക്കെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? അതായത് ഈ അമ്മയും മകനും ആണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഈ മകൾ കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം മാത്രമാണ്. ഇതിലൊക്കെ മാറ്റം വരാം ഭാവിയിലേക്ക്. കാരണം ഇപ്പോൾ പോലീസിന് പ്രാഥമികമായി ചില കാര്യങ്ങൾ അവർക്ക് വിട്ടുപറയാൻ കഴിയില്ല. അവർ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇതിൽ മാറ്റം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രതാപനും അമ്മയുമായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയെ ഇടയ്ക്ക് മകൾ വന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ മകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമ്മയെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കാണാനോ കഴിയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പോലീസിനെ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഈ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയെ മകൻ പ്രതാപൻ കുഴിച്ചു മൂടി എന്നുള്ളത്. പക്ഷെ ഇതൊരു കൊലപാതകമാണോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മകൻ കസ്റ്റഡിയിലുണ്ട്. അയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല കാര്യങ്ങൾ ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഇവിടെ മരണം സംഭവിച്ചു, ഈ 78 വയസ്സുള്ള അല്ലിയെ ഇയാൾ കുഴിച്ചു മൂടി എന്നുള്ളതും പോലീസിന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കൊലപാതകമാണോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസിന് ഉറപ്പിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഇനി ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്പര വിരുദ്ധമായാണ് ഇയാൾ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ പോലീസുകാർക്കുണ്ട്. കൂടാതെ മറ്റൊന്ന്, ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിലേക്കും വ്യക്തതയിലേക്കും പോലീസിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസിന് ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റൊന്നും മറച്ചു വെക്കാതെ ഇയാൾ മരണം സംഭവിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളത് ഒരു ഉറപ്പ് വരുത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സേതുലക്ഷ്മി എടുത്തു പറയേണ്ടത്. ശരി ശരി സഹിൻ, എറണാകുളം വെണ്ണലയിലാണ് ഈ ക്രൂരത നടന്നിരിക്കുന്നത്. അമ്മയെ മകൻ കുഴിച്ചു മൂടി. പക്ഷേ ഇത് കൊലപാതകമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴും നമ്മുടെ കൈവശമുള്ളത്. പോലീസ് പറയുന്ന പ്രാഥമിക വിവരങ്ങൾ. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരണമൊക്കെ ആകണമെങ്കിൽ ഇനി മൃതദേഹം പുറത്തെടുക്കണം. അതിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. മകനെ വിശദമായി ചോദ്യം ചെയ്യണം. അയൽവാസികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർക്കിനി മറ്റേതെങ്കിലും തരത്തിൽ ശത്രുക്കളുണ്ടോ? മരണം എങ്ങനെയായിരുന്നു? അത് കൊലപാതകമാണോ അല്ലയോ? തുടങ്ങി നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ സഹിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എറണാകുളം വെണ്ണല അമ്മയെ മകൻ കുഴിച്ചുമൂടി. അല്ലി എന്ന 78 വയസ്സുകാരിയാണ് മരിച്ചത്.